ഇതെന്തോടാ ദിവസം കേട്ടോ, നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു ദ ഡ്രീം ട്രാവലർ. അപ്പൊ ഇന്ന് നമുക്ക് വെള്ളിയാഴ്ച ഒരു അവധി ദിവസം കേട്ടോ. അപ്പൊ രാവിലെ എണ്ണീറ്റപ്പോ ഇച്ചിരി താമസിച്ചു പോയി. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് ഇന്ന് ഇവിടെ. പുള്ളി അപ്പൊ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ അതൊക്കെ ചെയ്തോണ്ടിരിക്കുക. നമുക്ക് എന്താ നോക്കാതെ എന്താ പരിപാടി. ചിരിക്കും കൊടുക്കണം 100 രൂപ. കടലക്കറി ഉണ്ട്, കടലക്കറി ചൂടാക്കുക. കടലക്കറിയും ചപ്പാത്തി. ഇന്നലെ പുള്ളി കൊണ്ടുവന്ന് കടലക്കറി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന് ചൂടാക്കണം, കടുവ് ഇറക്കണം, പിന്നെ ചപ്പാത്തി ഇരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. കടുവൊക്കെ പൊട്ടിച്ച് കൂട്ടുവാണെന്ന്. മുളക് അത് ഇടണ്ട കേട്ടോ, നല്ല എരിയാ കടലക്കറിക്ക്. അപ്പൊ ഞങ്ങൾ അതിന്റെ പരിപാടികളിലാണ്. ഇത് ഭയങ്കര ചൂടുണ്ടല്ലേ, നല്ല ചൂടുണ്ട്. വെള്ളം തിളച്ചു കൊടുക്കരുത്. കുളിക്കാൻ നേരം തന്നെ ചൂടായിരുന്നു. പുള്ളിയിൽ കടുവ ഇറക്കാനുള്ള പരിപാടി കേട്ടോ. അരിഞ്ഞൊരു പിള്ളാച്ച പെട്ടെന്നായിക്കോട്ടെ, വിശപ്പ് കയറി കേട്ടോ. ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ നിങ്ങളെ വെളിയിലത്തെ ചൂട് കാണിക്കാൻ കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. 12 മണി എന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടെ പൊള്ളുന്ന ചൂടാ. ചൂടാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വെള്ളമൊക്കെ ഇപ്പൊ ടാങ്കിലങ്ങനെ തിളച്ച് കിടക്കുകയാണ്. കണ്ടാ രക്ഷയില്ലാത്ത ചൂട്. ആ വഴിയൊക്കെ ഞങ്ങൾ നടന്നു വരുന്ന വഴിയായിരുന്നു, ഷോർട്ട് കട്ട്. അവിടെ എല്ലാം മണ്ണ് കൊണ്ടിട്ട് ഞങ്ങൾക്ക് വരാൻ വഴിയില്ലാതായിരിക്കും. ഇന്ന് എല്ലാവർക്കും അവധി ആയതുകൊണ്ട് വണ്ടിയൊക്കെ ഇഷ്ടം പോലെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ദിവസം കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. ഇനിയിപ്പം ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ആ പുള്ളിയെ ഞാൻ പോയി സഹായിക്കിട്ടില്ലെങ്കിൽ ഫുഡ് കഴിപ്പൊക്കെ താമസിക്കും. പെട്ടെന്നായിക്കോട്ടെ. വിശപ്പായി കേട്ടോ. 12 മണി കഴിഞ്ഞു, 1 മണി ആവാറായി. മിക്കവാറും ഞാനിവിടെ കൂടേണ്ടി വരും. ചപ്പാത്തി ചൂടാക്കട്ടെ. ചപ്പാത്തി ചൂടാക്കുവാണെങ്കിൽ അതും ആവൂലേ. ഗ്യാസ് തീരാറായെന്ന് കത്താനൊക്കെ ഒരു മടിയുണ്ട്. നാട്ടിനെക്കാട്ടിക്കുള്ള ഗ്യാസ് കിട്ടും. ഇവിടുത്തെ ഗ്യാസ് ഉണ്ടോ? നമ്മുടെ നാട്ടിനെക്കാട്ടിക്കുള്ള ഗ്യാസ് കിട്ടും. നമ്മുടെ നാട്ടിൽ എത്ര? 14 കിലോ. ഇവിടെ 19 കിലോ. ചൂടാണോ? ചപ്പാത്തി വെള്ളമുണ്ടല്ലോ തിളച്ച് കിടക്കുന്ന വെള്ളത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ചപ്പാത്തി ചൂടാക്കട്ടെ. വെള്ളിയാഴ്ച ആവുകൊണ്ട് ചൂട് കൂടുതലാണ്. ഇതെന്തോടാ തീ കൂട്ടിയിട്ടേക്കുവാണ്. തീ കുറച്ചിട്ടോ, കരിഞ്ഞു പോത്തില്ലേ? അത് മൊത്തത്തിൽ കരിഞ്ഞിരിക്കും. അപ്പൊ നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ടോ? ചപ്പാത്തിയും കറിയും എല്ലാം ചൂടാക്കി നമ്മൾ എടുത്ത് കഴിച്ചേക്കാം. എടുത്തു. ചപ്പാത്തിയും ചിക്കനും, സോറി കടലക്കറി. ചിക്കന്റെ ഓർമ്മയുള്ളൂ. ചിക്കനൊക്കെ ഇവിടെ ചിക്കൻ അല്ലാവും. അപ്പൊ അങ്ങനെ നമ്മൾ കഴിക്കാനുള്ള പരിപാടി കേട്ടോ. ഇനിയിപ്പൊ കഴിക്കണം. ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ പല്ല് തേച്ചായിരുന്നു. നിങ്ങള് കുളിച്ചില്ല? ഞാൻ തേച്ചു. ആണുങ്ങളാണെങ്കിൽ കുളിക്കണം രാവിലെ, അല്ലാതെ ഇങ്ങനെ പല്ലിയൊക്കെ കുളിക്കാന്നുണ്ട്. വെള്ളിയാഴ്ച ഓഫ് കൊടുത്തിരുന്നു, കാരണം എല്ലാ ദിവസവും രാവിലെ കുളിക്കുന്നു. ഇന്നത്തെ ദിവസം ഓഫാ. ഇന്നത്തെ ദിവസം പുള്ളി ഓഫ് ആവട്ടെ. രാവിലെ പല്ല് മാത്രമേ തേച്ചിട്ടുള്ളൂ. കഴിക്ക് വിശക്കണം. ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. വിശന്നു പോയി. രാവിലെ കഴിക്കണ്ട. എന്നും 10 മണി ആവുമ്പോൾ കഴിക്കുന്നത്. ഇന്നിപ്പോ സമയം എത്ര? 1 മണിയായി. അതിനകത്ത് 10 കിട്ടണ്ട. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. നല്ല ചൂട് ചപ്പാത്തി, കടലക്കറി. കറിയില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ കടല. ഞങ്ങൾ കഴിക്കട്ടെ.
ഉപ്പ് കൂടിയോന്ന് സംശയം. ഏ? ഞാൻ ഉപ്പുണ്ടാവും നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഉപ്പ് കയറ്റി നിൽക്കും. കൂടിയില്ല കൊണ്ടു തണുപ്പില്ല. ഞാൻ ചാറുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വൈകിട്ടത്തേക്കും എടുക്കാം അല്ലേ? വൈകിട്ട് വീട്ടപ്പോ കറി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം ഒരു ചപ്പാത്തി മിച്ചം വന്നു, ഫുള്ളായി പോയി. അതിനടുത്ത് കഴിക്കാൻ ഒരു ചപ്പാത്തി അത് തീർക്കാൻ പറ്റും. വയറുണ്ടായി. ഇനിയിപ്പോ ഒന്നാമത് അത് തടി പോലെ ഇരിക്കും. ഇനിയിപ്പോ എങ്ങനെ കഴിക്കാനാണ്? മൂപ്പര് പറയുന്ന ആള് കണ്ടു, കുറെ നാളിൽ കണ്ട് പകുതി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എന്ത് സാധനം പതിവ്. നമ്മുടെ കഴിപ്പ് കഴിഞ്ഞാട്ടോ. ഇനിയിപ്പം കൈ കഴിയട്ടെ. കഴിക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നില്ലയോ? അത്യാവശ്യം വയറ് ഫുള്ളായി. ചപ്പാത്തി ഇന്നലത്തെ ആയതുകൊണ്ടാ ഇച്ചിരി ടൈറ്റായി. അപ്പൊ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഇടപെടേന്നായിരുന്നു. കഴിക്കും. ശിഷ്യൻ ആദ്യം കഴിക്കും, പിന്നെ ആശാൻ കഴിക്കുക. പെട്ടെന്നായിക്കട്ടെ. ഇനി 10 മിനിറ്റ് വിശ്രമം. ഈ ചൂടത്ത് എങ്ങോട്ട് പോകാനാ? വൈകിട്ട് ഇറങ്ങാം. അന്നെ ചൂടാണ്. ഈ ചൂടത്ത് എങ്ങും പോക്ക് നടക്കില്ല. വൈമ്പാട് പോവാം. വൈമ്പാട് നമുക്ക് വെളിയിൽ പോയിട്ട് സ്ഥിരം അവിടെ പിന്നെ തളഞ്ഞു വരുന്നു. വൈകിട്ട് നമുക്ക് അവിടെ ഇത്രയും ചൂടുള്ള വെള്ളത്തിലാണ് ഞങ്ങളുടെ കമ്പനിയിലെ ആൾക്കാർ ഹീറ്റർ വേണമെന്ന് പറയാം. ഈ ചൂടത്ത് എന്തിനാ ഹീറ്റർ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. അപ്പൊ ഞങ്ങളെ കഴിപ്പൊക്കെ കഴിഞ്ഞോട്ടെ. ഇനി 10 മിനിറ്റ് കിടക്കണം. ഉറങ്ങാൻ പോകണോ? കുളിക്കുന്നില്ലേ? ചൂടുവെള്ളത്തെ എങ്ങനെ കുളിക്കാനല്ലേ? അപ്പൊ ഇനിയിപ്പം വൈമ്പാട് പോവാ അല്ലെ? കട വൈകിട്ട് പോവാം. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ വൈമ്പാട് ഇനി ഒന്ന് ലുലുവിലോട്ട് ഇറങ്ങാം. ഓക്കെ.